പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എപ്പോൾ ഇടുന്ന പോലെ ഒരു മേക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ പുട്ടി വർക്ക്, അതായത് ഈ വണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബസ്സായാലും ഏത് വണ്ടിയായാലും പുട്ടി ഇടൽ, അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചെറിയൊരു വ്ളോഗ് പോലെ അങ്ങനെ എടുക്കുന്നതാണ്. എപ്പോൾ ഇടുന്ന പോലെ ഒരു ഇത് മറ്റേ ഇതിങ്ങനെ ഒട്ടിച്ച് മറ്റേത് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ച് കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ കാര്യം പറയുമ്പോൾ ഇത് 26 സീറ്റ് ട്രാവലറാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു 2 പാർട്ട്. പക്ഷേ ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഈ ഒരു ബോഡി വർക്കെല്ലാം ഇല്ല സൈഡ്, ഇതൊന്നും വർക്കൊന്നും കഴിഞ്ഞിട്ടാണ്. പുട്ടിയിലിട്ട് ഇവിടെ ലെവലാക്കാനുണ്ട്. എന്നാലും ഈ ഒരു ഡിസൈന് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ, അതുപോലെ തന്നെ ബേക്ക് പിന്നെ ഈ ഒരു വീലാർച്ച്, ഈ ഒരു ഇങ്ങനെ എക്സ്ട്രാ വർക്കെല്ലാം ഇല്ല. അതായത് കമ്പനിയിൽ നിന്ന് വരാത്ത ബാക്കി എക്സ്ട്രാ വർക്ക് ഉണ്ടാവുമല്ലോ ട്രാവലറിന്. അപ്പോൾ അങ്ങനത്തെ ഇതാ ഫ്രണ്ടിൽ, അതുപോലെ തന്നെ ഇത് ടോപ്പ് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോ എടുത്തിനേന് മേക്കിംഗ് വീഡിയോ. ബേക്കിലെല്ലാം കണ്ട ഈ സംഭവങ്ങൾ, ഈ ബേക്കിലുള്ള മുകളിലുള്ള ആ സംഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോ എടുത്തിനേനു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആയിപ്പോയി. ഡിലീറ്റ് ആക്കിയതാണ്. നമ്മൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത സമയത്ത് പഴയ വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എല്ലാം കുറച്ചുണ്ടായിന്. അപ്പോൾ അതിലെല്ലാം ഡിലീറ്റ് ആക്കി. യൂട്യൂബ് വീഡിയോ പറയുമ്പോൾ 10-15 മിനിറ്റിലുള്ള ലോങ് വീഡിയോ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഫോണിൽ നല്ല സ്പേസ് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ ഇതിൻ്റെ ആ ഒരു വീഡിയോ കൂടി പോയി. ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഇട്ട വീഡിയോ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കിയതാണ്. പിന്നെ ഇതിട്ടിട്ടില്ല, ഇടാനുണ്ട് അത്രയാണ്. അതുകൊണ്ട് പിന്നെ അതങ്ങ് പോയി. അതുകൊണ്ട് ആ ഒരു മേക്കിംഗ് വീഡിയോ നമ്മളെ ഇല്ല. വേറെ ഒന്നുമില്ല, ഈ ഒരു ഡിസൈൻ വർക്കായാലും. പിന്നെ നിങ്ങൾ ഈ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് ട്രാവലർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല സ്വന്തമായിട്ട് ചെയ്യുക. വേറെ പണിയൊന്നുമില്ല. വീലാർച്ച്, ബമ്പർ, അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനെല്ലാം മാറും, വണ്ടി അനുസരിച്ച് മാറും. ഈ ഡിസൈൻ ഉണ്ടോ, ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ഓർഡർ വർക്കാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്കുള്ള ഡിസൈന് നമ്മൾ അതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന വണ്ടിക്ക് ഡിസൈൻ മാറ്റിയിട്ടും ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുട്ടിയാണ് കാണിക്കുന്നത്. പുട്ടി വെച്ചാൽ ഇപ്പോൾ NC പുട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. NC പുട്ടി പണ്ട് നമ്മൾ നിർത്തിയതായിരുന്നു. പിന്നെ നമ്മൾ ബോഡി ഫില്ലർ നമ്മളെ ഉള്ളത് കഴിഞ്ഞു. അപ്പം പിന്നെ എന്തായാലും ഒന്ന് വാങ്ങണം. അപ്പോൾ പിന്നെ വിചാരിച്ച് NC പുട്ടി വാങ്ങിയിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. NC പുട്ടിയും ബോഡി ഫില്ലറും വേറെ ഉപയോഗമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളെ കാര്യത്തിൽ ഏകദേശം എല്ലാം കണക്ക് തന്നെയാണ്. ബോഡി ഫില്ലർ ആകുമ്പോൾ വലിയ ഹോൾസ് അല്ല, അങ്ങനെ വലിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ അടക്കാൻ സെറ്റാണ്. ഈ NC പുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ഹോളിലേക്ക് നോക്കുമ്പോൾ ഇത് ഷേപ്പ് ആക്കിയതാണ് ഫ്രണ്ട് ഹോള്, ആ ബ്ലേഡ് വെച്ചിട്ട്. അപ്പോൾ ആടെയെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നല്ലത് ഇത് തന്നെയാണ്, NC പുട്ടി തന്നെയാണ്. NC പുട്ടി ഞാൻ വാങ്ങിക്കാം. പിന്നെ പ്രത്യേക ഒരു കാരണം കൂടി പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിസൈനെല്ലാം വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ NC പുട്ടി കുറച്ച് തിന്നർ വെച്ച് മിക്സ് ആക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് അടിക്കുക. ബോഡി ഫില്ലർ ഈ ഉള്ളിലൊന്നും ഇടാൻ പറ്റില്ല, ചെറുതല്ലേ. പിന്നെ അത് ചൊറയായിരിക്കും, നല്ല പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് NC പുട്ടി വാങ്ങിയത്. പിന്നെ ഇനി ബോഡി ഫില്ലർ വേണമെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കാം. ഞാൻ രണ്ടും വാങ്ങിച്ചിട്ടില്ല. ഇപ്പം തൽക്കാലം NC പുട്ടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം, ഡബ്ബ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പരിപാടി ഇതൊന്ന് സാൻഡ് ചെയ്ത്, ഏകദേശം കുറച്ച് സാൻഡ് ചെയ്തു ഈ ഒരു ഭാഗം. ബാക്കിയെല്ലാം സാൻഡ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി ഒരിക്കലും കൂടി ഇടേണ്ടി വരും. സാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ട, ഇവിടെയെല്ലാം കണ്ട അങ്ങനെ കുറച്ച് ഇടുക, അവിടെയെല്ലാം കുറച്ചും കൂടി ഇടാനുണ്ട്. അപ്പം ആദ്യം ഒരു സാൻഡിങ് കഴിഞ്ഞിട്ട് ഇവിടെയെല്ലാം മൊത്തം സാൻഡ് ചെയ്ത് ഈ ഒരു ലൈന് കണ്ട, ഈ ലൈന് കാണാൻ പാടില്ല. ബോഡി ഫില്ലർ ആണെങ്കിലും ഒറ്റ ഇടൽ തന്നെ എല്ലാം കവറായി പോകും. NC പുട്ടി ആയതുകൊണ്ട് ഇതുണ്ട് ഇങ്ങനെ ലൈന്, അത് ശരിക്കും കാണരുത്, അവിടെ ഫില്ലാക്കേണ്ടതാണ്. അങ്ങനത്തെ ഉപയോഗത്തിലുള്ള ബോഡി ഫില്ലറിനെ നല്ലത്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ബോഡി ഫില്ലറിനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നു. കുഴപ്പമില്ല, ഇതിനെക്കൊണ്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ബോഡി ഫില്ലർ വാങ്ങാം. ഈ ഒരു ജോയിൻറ്റ് ഇതെല്ലാം ഒന്ന് സാൻഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സാൻഡ് ചെയ്യേണ്ട പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സാൻഡ് ചെയ്യാം സംഭവം. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമാണ്, നല്ല വെള്ളം എടുത്ത് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ട് സാൻഡ് ചെയ്യുന്നത്, അതായത് വാട്ടർ സാൻഡ് എന്നെല്ലാം പറയും. അപ്പോൾ വെള്ളം ഇട്ടിട്ട് സാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടും, പൊടിയൊന്നും ഉണ്ടാവില്ല വെള്ളം ഇതാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെള്ളം എടുത്ത് വെച്ചത്. പിന്നെ ഇതാണ് നമ്മളെ പുട്ടി, NC പുട്ടി ഗ്രേ സെല്ലോ കോട്ട്. ഇത് 1/2 കിലോൻ്റെ പെട്ടിയാണ്, അല്ല ഇതാണ് 1/2 കിലോ 500 ഗ്രാമിൻ്റെ. അപ്പോൾ ഇതിന് റേറ്റ് 160, 150 ഉണ്ടാവും. 160 കാണിക്കുന്നത്, 150 കിട്ടും. ഇതിന് 150 റേറ്റ് വരുന്നത്. ഇത് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. എന്തായാലും നമുക്ക് ഒന്നും കൂടി ഉണ്ട് വരും, അന്നേരം ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ബോഡി ഫില്ലർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബോഡി ഫില്ലർ. ഇത് 500 അല്ല, 1/2 കിലോ അല്ല, ഇത് 250 ഗ്രാമാണെന്ന് തോന്നുന്നു. 250 ഗ്രാം 1/4 കിലോൻ്റെ. ഇനി 70 റുപ്യ അങ്ങോട്ട് ഉണ്ടായിന്.
അന്നേരം വാങ്ങുന്ന ടൈം 70-60 ഓർമ്മയില്ല. അപ്പോൾ ഇത് കട്ട പിടിച്ച് പോയിന്, ഇത് കഴിഞ്ഞിന് കുറച്ചുണ്ട്, അത് ഉള്ളിൽ കട്ടയായി, അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വാങ്ങാന്ന് വെച്ചാൽ. ഇതെല്ലാം കട്ടയായി പോയിന്. അത് കട്ടയാന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടായില്ല, പഴയതായിന്, കുറേ ആയി വാങ്ങിയിട്ട്. 2 കൊല്ലം അങ്ങോട്ട്, 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം അങ്ങോട്ടായി. അതിൻ്റെ ഏകദേശം ആയിന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒഴിവാക്കിയത്. അതുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് ഇത് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അധികം അമർത്തിയിട്ടില്ല. അതുകൊണ്ട് കാറ്റ് കയറിയിട്ട് ഫുള്ള് കട്ട പിടിച്ച്. അപ്പോൾ ഇതേപോലെ NC പുട്ടി 500 കിട്ടും തോന്നുന്നു. ഇതേപോലെ ചെറുത് ഇപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ വലുത് തന്നെ മേടിച്ചു. സംഭവം വണ്ടി സാൻഡ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ടൂൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ടൂള്. ഫോക്കസ് ആക്കട്ടെ, ചെറിയൊരു ടൂള്. ഇത് ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുത്തതാണ്. ഫോം ഷീറ്റ് ഇതേപോലെ T ഷേപ്പിൽ ഒട്ടിച്ചിട്ട് പുറത്തിതാ സാൻഡ് പേപ്പർ ഒട്ടിച്ചിന്. ഈ സാൻഡ് പേപ്പർ 320 ഗ്രേഡുള്ള സാൻഡ് പേപ്പറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ചിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരക്കാൻ വേണ്ടി സുഖമാണ്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഫ്രണ്ട് ഏകദേശം ഞാൻ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് ഇറക്കണം. ഈ സൈഡ് വേണ്ട, ഇത് ഫോക്കസ് ആക്കി വെച്ചിട്ട് പണി തുടങ്ങാം. കുറച്ച് വെള്ളം എടുക്കുക, വെള്ളമാക്കുക കേട്ടോ. കാർബോർഡിൽ ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കണം, ഇതേപോലെ വെള്ളമാക്കാൻ നിൽക്കണ്ട. വെള്ളമാക്കിയ കാർബോർഡ് അലിഞ്ഞു പോകില്ലേ. ഫോം ഷീറ്റ് ആകുമ്പോൾ വെള്ളമാക്കിയ പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ സാൻഡ് ചെയ്യുക. ഇങ്ങനെ പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് സുഖമാണ്. മറ്റേ പോലെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ സുഖമായിട്ട് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലത്തും ഇതാവില്ല, ബാക്കി സ്ഥലത്തെല്ലാം നമ്മൾ കൈനെ കൊണ്ട് തന്നെ ചെയ്യണം. ഇങ്ങനത്തെ നിരപ്പായ സ്ഥലത്തെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂള് സെറ്റാണ്. ഇതുവരെ വെള്ളമാക്കുക, നല്ലോണം ഉരക്കുക. ബോഡി ഫില്ലർ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ബോഡി ഫില്ലർ ഇടുക, ഇതേപോലെ ഉരക്കുക. ബോഡി ഫില്ലർ ആകുമ്പോൾ ഇങ്ങനെ എടുത്ത് ഒറ്റ ഇടലൊന്നും ഇടാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിലൊരു പേസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ ആ ഒരു പേസ്റ്റും കൂടി മിക്സാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് എടുക്കുന്നതിനനുസരിച്ച് കുറച്ചെടുത്തിട്ട് വേറൊരു ടൈൽസിൻ്റെ പീസിൽ അങ്ങോട്ട് ആക്കുക. എന്നിട്ട് ആ ഒരു പേസ്റ്റും കൂടി മിക്സ് ആക്കുക, എന്നിട്ട് ഇടുക. അത് പിന്നെ കട്ട പിടിക്കുക ആ പേസ്റ്റ് ആക്കിയാൽ. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് അപ്പാടപ്പാടെ ഇടുക. അങ്ങനെയാണ് ബോഡി ഫില്ലറിൻ്റെ കാര്യം. NC പുട്ടിയാകുമ്പോൾ ഒന്നുമില്ല, തുറക്കുക, ഈ സാധനം തുറക്കുക, അങ്ങ് ഇടുക. ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും കേട്ടോ ബോഡി ഫില്ലറിനെ കാട്ടി. അതാണ് മെയിൻ ചോറ. ബോഡി ഫില്ലർ ഇപ്പം പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും ആ ഒരു പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട്. NC പുട്ടി ഉണങ്ങിക്കിട്ടാൻ കുറച്ച് പണിയാണ്. ഞാനിത് ഇന്നലെ രാത്രി ഇട്ടതാണ്. അപ്പോൾ ഇത് ഇന്ന് രാവിലത്തേക്കാണ് സെറ്റായത്. രാവിലത്തേക്കല്ല, രാത്രിനായിട്ടുണ്ടോ. ഞാൻ പിന്നെ രാത്രി നോക്കിയിട്ടില്ല, രാവിലെ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ രാവിലെ പരിപാടി, രാവിലെ അല്ലേ ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ ഉച്ചക്കാണ് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ സൈഡ് ഏകദേശം ആയി കേട്ടോ. ഈ സൈഡ് ഏകദേശം ആയി. അപ്പോൾ കൈ മണികൾ തൊട്ടോ നല്ല മിനുസിങ്ങനെ ആവും, നമുക്ക് തിരിയും. അപ്പം നിർത്തുക. പിന്നെ വരച്ചുകൊണ്ടിരുന്നാൽ കാര്യമൊന്നുമില്ല, ഫോം ഷീറ്റും തയഞ്ഞങ്ങ് പോവുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിർത്തുക. പിന്നെ ഫ്രണ്ടെല്ലാം നമ്മൾ കുറേ വരച്ചു. ഫ്രണ്ടിന് ഒന്നും കൂടി ഇടണം. ചില സ്ഥലത്ത് ഇങ്ങനെ സ്പോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്നും കൂടി ഇട്ടിട്ട് ലെവലാക്കണം. അപ്പോൾ നമ്മൾ മൊത്തം സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മൊത്തം ഒന്നും വീഡിയോ കാണിച്ചിട്ടില്ല. ഫുള്ള് ബോണറ്റായാലും ഇവിടുത്തെ ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ഉണ്ട് ആ ഗ്രില്ല. ഇത് ഇവിടെ ഉണ്ട് ഗ്രില്ലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ. അത് പിന്നെ അത്ര ഫിക്സ് ആക്കിയില്ല. ഇതെല്ലാം സാൻഡെല്ലാം കഴിഞ്ഞിട്ട് ഫിക്സ് ആക്കാൻ വെച്ചിട്ടാണ്. ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഇളകിപ്പോയതാണ്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് നമ്മളെ ഒരു ആദ്യത്തെ ട്രിപ്പ് സാൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം സാൻഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയൊക്കെയാണ് ഒന്നും കൂടി ഇടേണ്ടതെന്ന്. ബേക്കൊന്നും പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നത്. ഇവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഇടണം. ഇവിടെ കണ്ട ഇവിടെ പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല ആദ്യം. ഈ ഒരു ഇത് അതുപോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. പിന്നെ വരുന്നത് ബോണറ്റ് ഒന്നും കൂടി ഇടണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടണം, ഈ ഒരു ഇവിടെയും പിന്നെ ഈ ഒരു ഏരിയയിലും.
പിന്നെ ഈ ഒരു പോയിൻ്റ് അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഒന്നും കൂടി ഇടണം. അപ്പോൾ നമ്മൾ പുട്ടി എങ്ങനെ ഇടുന്നതെന്നും കൂടി കാണിച്ചു തരാം. ആദ്യം ഈ വണ്ടി ഒന്ന് തുടക്കട്ടെ. വെള്ളം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ജസ്റ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് പഴയതുണ്ടായത് കാരണം ഇതുണ്ട്, ലൈന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലൈന് കാണുന്നുണ്ടോ, അപ്പോൾ അവിടെ ഒന്നും കൂടി ഇടണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പുറം ഈ ലൈന് ലൈന് കാണാണ്ടിരിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇവിടെ പിന്നെയും കുഴപ്പമില്ല, സ്ട്രെയിറ്റ് ലൈനാണ്. അത് പിന്നെ നമുക്ക് വിചാരിക്കാം കുഴപ്പമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇപ്പുറം നോക്കുമ്പോൾ അങ്ങനെയല്ല, കണ്ട വൃത്തികേടായിട്ടേ ഉള്ളത്. അപ്പോൾ എന്തായാലും അതൊന്നും കൂടി ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് പുട്ടി ഇടുന്ന പരിപാടി നോക്കാം. പുട്ടി നമുക്ക് ഫോക്കസ് ആയിക്കോട്ടെ. ഒന്ന് ഒരു മിനിറ്റ്. നമ്മൾ തുറക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും ഫാൻസി പുട്ടി എല്ലാവർക്കും അറിയാമായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഗ്രേ കളർ, വേറെ കളർ ഉണ്ടോ എന്നറിയില്ല. പിന്നെ ഇത് പ്രത്യേകം ഇതിൻ്റെ പേരിൽ ഗ്രേ എന്നുണ്ട്, വേറെ കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേപോലത്തെ ബ്ലേഡ്, ഇത് പഴയതാണ്, ഇതിന് 5 രൂപയേ ഉള്ളൂ. എൻ്റെ വേറെ ഉണ്ട്, പുതിയത് 2 ഉണ്ട്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഒക്കെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് പിന്നെ കളഞ്ഞാൽ പോലെ ഉള്ളതുണ്ടാവും. ഇതിൻ്റെ അറ്റം ഷാർപ്പായാൽ മതി. എന്നിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല. ബോഡി ഫില്ലർ ആണെങ്കിൽ അത് നമുക്ക് കുറച്ചധികം പണിയുണ്ടാവും. അത് മിക്സ് ആക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വകയാവും നമ്മളെ കൈയെല്ലാം. അതുകൊണ്ട് ഇതിനതോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് എടുക്കുക, കുറച്ചെടുക്കുക, ഇത്രയും എടുത്താൽ മതി, കുറച്ചെടുത്താൽ മതി. അതിന് ശേഷം വണ്ടി ഇങ്ങനെ വെക്കാം. പിന്നെ ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. ടൈൽസ് ഇട്ട സ്ഥലത്തൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇടുന്നതിനും തെറ്റാണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ആദ്യം ആക്കുക. അതിന് ശേഷം ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. കൈനെ കൊണ്ടും ചെയ്യുക, പക്ഷേ കൈമിലായിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പണിയുണ്ട്. തിന്നറിലിട്ടാൽ പോകായിരിക്കും. എൻ്റെ ഇപ്പോൾ അതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കൈമിലൊന്നും ആവാണ്ട് ഈ ബ്ലേഡ് ആകുന്നില്ല കേട്ടോ. നമുക്ക് വേറെ ബ്ലേഡ് തന്നെ എടുത്തേക്കാം. പുതിയ ബ്ലേഡ് എടുത്തിട്ടുണ്ട്, കാരണം അത് ഞാൻ ഇന്നലെ പുട്ടിയിട്ടിട്ട് വൃത്തിയാക്കാണ്ടാ വെച്ചത്. അതുകൊണ്ട് അവിടെ പഴയൊരു സാധനങ്ങളെല്ലാം പറ്റി പിടിച്ചുകൊണ്ടൊരു ലെവൽ കിട്ടുന്നില്ല. അതുകൊണ്ട് പുതിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇട്ടാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ ഇട്ടാണല്ലോ, അല്ല നേരത്തെ ഇട്ടിട്ട് സാൻഡ് ചെയ്തതാണല്ലോ. അപ്പം ഇങ്ങനെ കറക്റ്റ് ലെവലാക്കുക. കുറച്ച് വൃത്തികേടായിട്ടുണ്ട്, നമുക്കിനി നല്ല വൃത്തിക്ക് സാൻഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് വൃത്തികേടുണ്ട്, ഇപ്പം കാണുമ്പോൾ ഒരു വൃത്തിയൊന്നും ഇല്ല അല്ലേ. കുഴപ്പമില്ല, നമുക്ക് സാൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയാക്കാം. ഇങ്ങനെ തന്നെ ഇന്നലെ ഉണ്ടായിന്, സാൻഡ് ചെയ്തേരം അടിപൊളിയാക്കിയതാണ്. മൊത്തം എന്തോ പോയല്ലോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വിചാരിച്ചതിനെക്കാട്ടിയും വൃത്തികേടായിപ്പോയി, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാട്ടോ, അവിടെ കുറച്ച് ഇതാകുന്നുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്തിലിടാൻ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഇടുക, ഒറ്റ വിലങ്ങ് വലിക്കുക. എനിക്ക് പിന്നെ അങ്ങനെ ഇടാൻ അറിയില്ല കേട്ടോ. ഞാനങ്ങനെ NC പുട്ടിയിലിട്ടിട്ട് കുറേ ആയി. ബോഡി ഫില്ലർ ഞാൻ പിന്നെ കൈനെ കൊണ്ടെല്ലാം ഇടല്, വിരലെണ്ണെല്ലാം കൊണ്ട് വെച്ചിട്ട് വെറ്റ വിലങ്ങ് വലിക്കും. അങ്ങനെ കൈമിലായ പെട്ടെന്ന് പോകും. ഇതിന് തിന്നറെല്ലാം വേണം, അത് കുറച്ച് വെള്ളം ആക്കിയിട്ട് അങ്ങ് വരച്ച് കഴിഞ്ഞാൽ പോകും. ഇതും കുറച്ച് വൃത്തികേടായി, എന്തായാലും കുഴപ്പമില്ല. സെക്കൻഡ് ടൈം നമുക്ക് പിടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത്. അപ്പം എങ്ങനെ തന്നെയാണ് എല്ലാ പണിയും എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ പണിയെല്ലാം കിട്ടും. നമ്മൾ പിന്നെ അത് റെഡിയാക്കി കൊണ്ടുവരൽ തന്നെയാണ്. സൈഡ് കുറച്ച് നല്ലോണം ഇട്ടേക്കാം. ഇവിടെയെല്ലാം ബോഡി ഫില്ലർ ആട്ടോ നല്ലത്. സത്യം പറഞ്ഞാൽ ആദ്യം ബോഡി ഫില്ലർ ഇടുക, എന്നിട്ട് സാൻഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞ NC പുട്ടി ഇടുക. അതാണ് നല്ലത്. എൻ്റെ പിന്നെ ബോഡി ഫില്ലർ ഇത് ഞാൻ ഒന്നിച്ച് വാങ്ങണ്ടേന്ന് വെച്ചിട്ടാണ് ഇത് മാത്രം വാങ്ങിയിട്ട് വന്നത്. പൈസ ഉണ്ടായിട്ടില്ല രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള. അതങ്ങ് ചെറുതുമില്ല, വലുത് ഞാൻ കാണിച്ചാൽ ഈ 500-ൻ്റേതേ ഉള്ളൂ. 500 രൂപയല്ല, 500 ml അല്ല 500 ഗ്രാം. അപ്പോൾ അത് വാങ്ങിയിട്ട് അതിന് അത്യാവശ്യം നല്ല പൈസയുണ്ട്. രണ്ടിനും കൂടി 300 രൂപ അങ്ങോട്ടാവും. ഞാൻ 200 രൂപ എടുത്തിട്ടാണ് പോയത്, അതുകൊണ്ട് ഇത് മാത്രം എടുത്തിട്ട് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പണി. അല്ലെങ്കിൽ ആദ്യം ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ബോഡി ഫില്ലർ ഇട്ടിട്ട് ലെവലാക്കുക. സൂം ചെയ്ത് കാണിച്ചു തരാം അവസ്ഥ എന്താണെന്ന്. കാരണം മൊത്തം ഇതിടുമ്പോൾ ഒരു ലെവലിൽ തന്നെ ഇടണം. ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് അത്ര ഒരു ലെവലൊന്നും കിട്ടുന്നില്ല, കുറേ ആയിട്ട് ഇടാത്തതുകൊണ്ട്. ബ്ലേഡൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം, വെറുതെ ബ്ലേഡൊന്നും വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല.
അപ്പം എന്തായാലും സാൻഡ് ചെയ്യുമ്പോൾ ലെവലാക്കാൻ നമ്മൾ ഉദ്ദേശം ഉള്ളത്, ലെവലാവുമെന്ന് വിചാരിക്കാം. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ജോയിൻ്റ് ഉണ്ടോ, ഈ ഒരു ജോയിൻ്റ് ഇവിടെ ഇവിടെ അവിടെ ഇടുക. പിന്നെ ഈ സൈഡൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ ആ ജോയിൻറ്റിന് ഇടണം. ഇവിടെ 2 ജോയിൻ്റ് ഉണ്ട്, 2ലും ഇടണം. ഇവിടെയും ഉണ്ട്, കാണുന്നില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ഇവിടെയും ഉണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ചെറിയ ബ്ലേഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, വീതി കുറഞ്ഞ ബ്ലേഡ് ഇടുക. എനിക്ക് പിന്നെ അതൊന്നും കിട്ടിയില്ല, കൈനെ കൊണ്ട് ഇട്ടാൽ മതി. എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് തിന്നറില്ലാണ്ട് ഇത് വൃത്തിയാക്കണ നല്ല പണിയാണ്. അപ്പം എൻ്റെ മേൽ തിന്നറില്ല, അപ്പം അതുകൊണ്ട് പോക്ക് നടക്കൂല. പിന്നെ കൈമേൽ ഇത്രയും ഇതുവാക്കിയിട്ട് പോകാൻ കഴിയില്ല ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ്. തിന്നറുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും തോന്നുന്നു, എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ ഇതുവരെ തിന്നറൊന്നും ഇട്ട് ഇത് കഴിയില്ല. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഇവിടെ ഒരു ജോയിൻ്റ് ഇടാനുണ്ട് ബാക്കിൽ. എല്ലാം ഇനിയിപ്പം സാൻഡിങ്ങിൽ പിടിക്കാന്നുള്ളതല്ലേ ഉള്ളു കേട്ടോ. അതുകൊണ്ട് അധികം വൃത്തിയൊന്നും ആക്കിയിട്ട് ഇടുന്നില്ല, കാരണം ഇങ്ങനെയല്ല ഇങ്ങനെ ഇടാനാവും. വളരെ ചെറിയ സാധനങ്ങളല്ല ഈ ബ്ലേഡാങ്ക്, വലിയ ബ്ലേഡ് വന്നു. കുറച്ചും കൂടി ചെറിയ ബ്ലേഡ് ഉണ്ടെങ്കിൽ സെറ്റാണ്. അതൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. മൊത്തം എന്തെല്ലോ കൊളാവുക ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? സൂം ഔട്ടാക്കി ഞാൻ കാണിച്ചു തരാം. മൊത്തം കൊളാവുക ചെയ്യുന്നു. എന്തെങ്കിലും ഭാര്യ പൊത്തി അങ്ങ് ഇടാം നമുക്ക്. ബാക്കി മൊത്തം സാൻഡിങ് പിടിക്കുക. ഇത് തുടച്ച് കളഞ്ഞാൽ പോകുന്നു. കുറച്ച് കൈക്കാക്കാൻ കഴിയില്ല, ഒരു സ്ഥലം വരെ പോകാൻ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കൈക്കാക്കാത്തത്. ഇല്ലെങ്കിൽ വിരലുപയോഗിച്ച് നമുക്കിത് ലെവലാക്കാം. കൈക്കാക്കിയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. പ്രശ്നമൊന്നുമില്ല, വേറെ കൈക്ക് അലർജിയോ കാര്യം അങ്ങനത്തെ ഒന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആക്കുക. പരമാവധി കൈനെ കൊണ്ടൊന്നും എടുക്കാണ്ട് നിൽക്കുക, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഞാൻ പണ്ടെല്ലാം ഇടുമ്പോൾ കൈനെ കൊണ്ട് തന്നെ ഇടല്, ഇതും ബോഡി ഫില്ലറെല്ലാം കൈനെ കൊണ്ട് ഇടല്. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ പോകാനുള്ളതുകൊണ്ട് മാത്രമാണ് കൈക്കൊന്നും പെരക്കാത്ത. വേറെ എവിടെയും ഇല്ല, എല്ലാം ഏകദേശം. ഇവിടെ മെയിനായിട്ടുള്ള അത് മറന്നു കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഇടേണ്ടത് ഈ ഒരു വര കാണാണ്ടാക്കൽ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം അത് നമ്മൾ ചെറുതായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതേപോലെ മല്ലനെ ഇടുക. അധികം എല്ലാ സ്ഥലത്തും ആക്കണ്ട, കാരണം നമുക്ക് സാൻഡ് ചെയ്യുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊന്നും ഇതിലും ഈ ലൈന് കാണാണ്ടാവും തോന്നുന്നില്ല. അതിനെല്ലാം ബോഡി ഫില്ലർ തന്നെ വേണം. മര്യാദയ്ക്ക് അതന്നെ വാങ്ങിയാൽ മതിയേനു, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഇതിൽ ശരിയായിട്ടില്ല, ഒന്നും കൂടി ഇടാം. ഒന്നും കൂടി വന്നാലും ശരിയാവും. ഇതിൽ തന്നെ മാക്സിമം ആവുമായിരിക്കും. ഇതിലും കൂടി ആയിട്ടില്ല അങ്ങ് വിടാം. വേറെ ഇതിൻ്റെ ബേക്കിൽ നടക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, കവറാകുന്നുണ്ട്. ഇനി ഉണങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് ഉണങ്ങുമ്പം കുറച്ച് ചുരുങ്ങും. അന്നേരമാണ് ലൈനൊന്നും കൂടി കാണുക. ഇപ്പം കവറായി എന്നുള്ള തോന്നും. ഉണങ്ങുമ്പോൾ ആദ്യം ലൈന് പുറത്തേക്ക് കാണും. ഇങ്ങനെ ഇടുക. ഇനിയിപ്പോൾ സാൻഡ് ചെയ്യുമ്പോൾ എല്ലാം റെഡിയാക്കാം. അതുപോലെ ഇപ്പുറത്ത് വിടാം. ഓക്കെ, നമ്മുടെ ഈ സൈഡ് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇവിടെയും കൂടി ഇടാൻ കേട്ടോ ബമ്പർ. അപ്പോൾ ഇങ്ങനെയെല്ലാം പൊട്ടിയിടേണ്ടത്. ബമ്പർ ഞാൻ ഇടാം, അത് ഞാൻ ഇട്ടോളൂ, വീഡിയോ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് മൊത്തം സാൻഡിലും ചെയ്ത് പൊട്ടി വർക്ക് മൊത്തം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇപ്പം ഇത് ചെയ്യാൻ സമയമില്ല, ഞാൻ പറഞ്ഞ പോലെ പോകേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇടേണ്ട സാൻഡ് ചെയ്യേണ്ട എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ സാൻഡ് ചെയ്തു. പിന്നെ ഇവിടെയെല്ലാം രണ്ടാമത് സാൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം വൈറ്റ് വെറുതെ അടിച്ചു. ഈ ഒരു വൈറ്റിലെല്ലാം കാണുന്ന നമ്മൾ പെയിൻറ്റ് ബാക്കി വന്ന, അതായത് മുമ്പെല്ലാം അടിച്ചതിൻ്റെ ബാക്കി ബോട്ടിൽ കുറച്ച് ഉണ്ടായതെല്ലാം ഇങ്ങനെ അടിക്കുന്നത്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും സ്പോട്ട് ചെയ്യാനുണ്ടോ. ഇത് മണ്ണാണ് കേട്ടോ, ഈ സാധനമെല്ലാം മണ്ണല്ല, മറ്റേ പുട്ടീൻ്റെ ഇതാണ്. വൃത്തിക്കൊന്ന് സോപ്പിട്ട് കഴുകണം, എന്നാലേ അതിന് ശേഷമേ പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ബേക്കിലെല്ലാം പെയിൻറ്റ് അടിച്ചത് അതുകൊണ്ടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് കൂട്ടിയിടണം. അപ്പം പെയിൻറ്റ് അടിച്ചപ്പോൾ തിരിഞ്ഞതുണ്ട്, ഇവിടെ
ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് സ്പോട്ട് ചെയ്തു. പിന്നെ ഇതെല്ലാം വെള്ളമാണ് കേട്ടോ, ഇങ്ങനെയെല്ലാം കാണുന്ന നല്ല വെള്ളമാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് അവിടെ ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടായിന്, ഇവിടെ പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടെയെല്ലാം സ്പോട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ടെല്ലാം നമ്മൾ പൊട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം കാണാൻ വരുന്നുണ്ടാവില്ല, പെയിൻ്റ് അടിക്കുമ്പോൾ റെഡി ആവുമായിരിക്കും ആവാണ്ടിക്കൂല. അപ്പോൾ ഇതെല്ലാം വെള്ളമാണ്, ഉണങ്ങിയിട്ടില്ല, ശരിക്കൊന്നും ഉണങ്ങിയിട്ടില്ല. നമ്മൾ ഫുള്ളൊന്ന് വാട്ടർ സാൻഡെല്ലാം ചെയ്തേ, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ബോണറ്റ് ഒന്നും കൂടി ഇട്ടു. പിന്നെ ഇവിടെ ഒന്ന് സാൻഡ് ചെയ്യാനുണ്ട്, അതൊന്ന് ഉണങ്ങിയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് അവിടെ ചെറിയൊരു ഇളകിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഒട്ടിച്ചിട്ട് സാൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം സാൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഗ്രില്ല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൽ നടുക്ക് ചെറിയൊരു ലോഗോ പോലത്തെ ലോഗോ ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സർക്കിളും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് പുട്ടിയുടെ എന്തെങ്കിലും മനസ്സിലായി വിചാരിക്കുന്നു. NC പുട്ടി ബോഡി ഫില്ലർ ഇതേപോലെ തന്നെ ഇടുക, അത് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു പേസ്റ്റും കൂടി കിട്ടും, അത് കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് ഇടണമെന്നേ ഉള്ളൂ. അത് ബോഡി ഫില്ലർ ആണെങ്കിൽ ബോഡി ഫില്ലർ, NC പുട്ടി ആണെങ്കിൽ NC പുട്ടി, കുഴപ്പമൊന്നുമില്ല. NC പുട്ടിയാലും മതി, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച് പണി കിട്ടി ഒന്നും നടക്കില്ല എന്നാണ് വിചാരിച്ചത്. അപ്പം കുഴപ്പമൊന്നുമില്ല, NC പുട്ടിയാലും മതി. പിന്നെ നമുക്ക് കുറച്ച് ബോഡി പണി കുറച്ച് ബാക്കിയുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സ് പോലത്തെ വരുന്നില്ല, ഇൻഡിക്കേറ്റർ ലൈറ്റിലെ പോലെ ചെറിയൊരു ഡിസൈൻ ബോഡിയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരാനുണ്ട്, കുറച്ചൊരു ടോപ്പ് ലൈറ്റ് അല്ല, അത് ചെറിയൊരു ബോഡി പാർട്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം വരാനുണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഡയറക്റ്റ് വണ്ടി ഒന്ന് പെയിൻറ്റിങ്ങിന് കയറ്റണം, ഫുള്ള് പെയിൻ്റ് അടിക്കണം, സെറ്റാക്കണം. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചധികം ലെങ്ത്തായി പോയി, നമ്മൾ പിന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്ത് വരുമ്പോൾ അത്ര ലെങ്ത്തായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ മിക്കവാറും പെയിൻറ്റിങ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഈ വണ്ടീൻ്റെ പെയിൻറ്റിങ് ആയിരിക്കും. ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും വീഡിയോ വരുമോ എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ വേറെയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബസ്സിൻ്റെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബസ് വർക്ക് നിങ്ങൾ ഫ്രണ്ട് കവളെല്ലാം ഉണ്ടാക്കുന്ന ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ZS-ൻ്റെ. അപ്പോൾ അത് ആ വർക്കായിരിക്കുമോ ഇനി വരുമോ, അല്ല ഇതിൻ്റെ പെയിൻറ്റിങ് ആണോ എന്ന് പറയാൻ കഴിയില്ല. ഈ വണ്ടീൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ ഇനി പെയിൻറ്റിങ് ആയിരിക്കും. ഫുൾ പ്രോസസ്സ്, പെയിൻറ്റ് കാര്യങ്ങൾ ക്ലിയർ അടിക്കുന്ന എല്ലാം, പിന്നെ ഗ്ലാസ് ഫിക്സിങ് എല്ലാം അങ്ങനെയായിട്ട് മൊത്തം വരാനുണ്ട്. അത്ര എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.